السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാത്തു സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് ആഘോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനും സന്തോഷം പരസ്പരം കൈമാറാനുമൊക്കെ നിശ്ചയിച്ച പെരുന്നാൾ ദിവസങ്ങളിലെ ഒരു ദിവസത്തിലാണ് അൽഹംദുലില്ലാ നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ഈദ് മുസല്ലയിൽ വരാൻ സാധിക്കാത്ത നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുടെ അക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ജനത പോലെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. നമ്മൾ ആമുഖമായി അവർക്ക് വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുമുള്ള ഷർറുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദുൽ അദ്ഹയുടെ സന്ദേശമായി പ്രധാനപ്പെട്ട 7 വിഷയങ്ങൾ
നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഇൻഷാ അല്ലാ ഈ ഒരു ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള സന്ദേശം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കിയവരാണ് നമ്മൾ. ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് ഹാജിമാർ പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട യാതൊന്നും അവന്റെ യാതൊരു സൃഷ്ടികൾക്കും നൽകാൻ പാടില്ല. അവന് യാതൊരു പങ്കാളിയുമില്ല. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ആ അല്ലാഹു ആണെങ്കിൽ ആ അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സകലതും സമർപ്പിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ഏറ്റവും പ്രധാനമായും ഏറ്റവും പ്രഥമമായും സമൂഹത്തോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ് ഒന്നാമതായി കൈമാറാനുള്ളത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രങ്ങൾ അയവിറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല എന്ന വിഷയമാണ്. ശിർക്ക് കൊടികുത്തി വാഴുന്ന ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ശിർക്ക് തൊട്ടു തീണ്ടാതെ ശിർക്കിന്റെ യാതൊരു പ്രവർത്തനങ്ങളുമില്ലാതെ അതിനോടെല്ലാം വിമുഖത കാണിച്ച, അതിനെതിരെ സധൈര്യം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രിയമുള്ളവരെ നമ്മൾ മാതൃകയാക്കണം. അത്യുഷ്ണത്തിൽ തിളച്ചുമറിയുന്ന തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, പരമേൽപ്പിക്കുവാൻ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാൻ തയ്യാറായി. ജീവിതത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും. പ്രതിസന്ധികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ദുനിയാവ് എന്ന് പറയുന്നത് സ്വർഗമല്ല, സന്തോഷം മാത്രമുള്ള ലോകമല്ല. മറിച്ച് സന്തോഷവും സന്താപവും മാറി മാറി വരും. പരീക്ഷണങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും. അപ്പോൾ പതറാത്ത മനസ്സുമായി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ച പോലെ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, പരമേൽപ്പിക്കുവാൻ അവനാകുന്നു ഏറ്റവും ഉത്തമൻ എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തൗഹീദ് പ്രഖ്യാപിക്കുന്ന, തൗഹീദ് നെഞ്ചേറ്റിയ, ശിർക്കില്ലാത്ത ആളുകളായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഈ ലോകത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് നിർഭയത്വം തരും, സ്വാധീനം നൽകും, അധികാരം നൽകും. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. അല്ലാഹു പറയുന്നു വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകുന്നു. മുൻഗാമികളായ ആളുകൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു പ്രാതിനിധ്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട ഈ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള എല്ലാ രൂപത്തിലുമുള്ള സ്വാധീനവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയത്തിന് ശേഷം അല്ലാഹു നിർഭയത്വം നിങ്ങൾക്ക് പകരമായി നൽകും. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? യഅ്ബുദൂനനി, അവർ എന്നെ ആരാധിക്കട്ടെ. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ്. ഇപ്പൊ തൗഹീദ് ഉൾക്കൊണ്ട ആളുകളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗഹീദില്ലാത്ത ആളുകൾ ബലിയർത്തത് കൊണ്ട് കാര്യമില്ല. തൗഹീദില്ലാത്ത ആളുകൾ ഹജ്ജ് നിർവഹിച്ചത് കൊണ്ട് കാര്യമില്ല.
തൗഹീദില്ലാത്തവന്റെ നമസ്കാരമോ നോമ്പോ സ്വതക്കയോ ഒന്നും അല്ലാഹുവിങ്കിൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് ഈമാൻ കൃത്യമാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചേറ്റ് ജീവിക്കുവാനും അതുച്ചരിച്ച് മരിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതൊന്നും അവന്റെ പടപ്പുകൾക്ക് നൽകരുത്. രണ്ടാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞല്ലോ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്താ നിന്റെ അഭിപ്രായം? ആ സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല യാ അബത്തി ഫഅൽ മാ തുഅ്മർ. അല്ലയോ പൊന്നുപ്പ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്നെ ക്ഷമാലുക്കളിൽ കണ്ടെത്താം. അള്ളാഹിന്റെ കൽപ്പനയാണ് വഹിയിലൂടെ തന്നെ അറുക്കണമെന്ന്. ആ കൽപ്പന അറിയിക്കുന്നത് അള്ളാഹിന്റെ റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അള്ളാഹു റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ധിക്കരിക്കാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. അതാണ് അള്ളാഹിനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നൊരു പാഠം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ അള്ളാഹുവിനെ സമർപ്പിക്കുക, അള്ളാഹുവിനെ നീ കീഴൊതുങ്ങുക. അദ്ദേഹം പറഞ്ഞു, ലോകരക്ഷിതാവിനിതാ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാണ്. സൂറത്തുൽ ബഖറയിലെ 131 ആയത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ആരോരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. അന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം ചെറിയ കുട്ടിയാണ്. ഉപേക്ഷിച്ചു പോകുമ്പോ ഭാര്യ ഹാജർ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബ് വതത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈ. മനുഷ്യരോ യാതൊന്നുമോ ഇല്ലാത്ത ഈ ഒരു മരുഭൂമിയിൽ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം എങ്ങോട്ടാണ് പോകുന്നത്? ഫഖാലത് ലഹു ദാലിക മിറാറാ. ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ് ഭാര്യ ഹാജർ. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാന്റെ കൽപ്പന അനുസരിച്ച് തിരിഞ്ഞു നോക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് പോകുമ്പോ ഭാര്യ ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹുല്ലദീ അമറക ഹാദാ. അല്ലാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നഅം, അതെ. അപ്പോൾ ഹാജർ പറയുന്നുണ്ട്, ഇദൻ ലാ യുദയ്യിഉനാ. എങ്കിൽ അള്ളാഹു ഞങ്ങളെ കുഴക്കുകയില്ല, ഞങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല. അള്ളാഹിനെ അനുസരിച്ചാലാണ് അള്ളാഹിന്റെ സഹായം കിട്ടുക. ഭൗതികമായി എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയമുള്ളവരെ, അള്ളാഹു എല്ലാം നമുക്ക് അനുകൂലമാക്കി തരും. ഭാര്യയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളെ പേടിച്ചിട്ടോ മക്കളെ പേടിച്ചിട്ടോ നാട്ടുകാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടോ സുന്നത്ത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ട്. ദീനീ പ്രവർത്തനത്തിന് പോകാത്ത ആളുകളുണ്ട്. എന്തിലധികം വീട്ടിൽ ഭാര്യയെ ഒറ്റക്കാക്കി പള്ളിയിൽ പോകാൻ പോലും പേടിക്കുകയോ മടിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം, ഏറ്റവും വലിയ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമാണ് ദുആ എന്നുള്ളത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. രോഗം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും, ശത്രുക്കളുടെ വിഷയത്തിലുള്ള ഭീതി ഉണ്ടാകും. ഇങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചാലും എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കഅബ നിർമ്മിച്ചപ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്.
അല്ലാഹുവേ ഈ മക്കയെ നിർഭയ നാടാക്കണമേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ലോകത്ത് നിയോഗിതനായത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്നാണ്. അന ദഅവത്തു അബീ ഇബ്രാഹിം, എന്റെ ഉപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് ഞാനെന്ന് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ നീ എനിക്ക് വിജ്ഞാനം നൽകണമേ, എന്നെ സ്വാലിഹീങ്ങളിൽ നീ ഉൾപ്പെടുത്തണമേ. വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി നൽകണമേ. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ സ്വർഗം നീ എനിക്ക് അനന്തരമാക്കി നൽകണമേ എന്ന് പറഞ്ഞ് വ്യത്യസ്ത വിഷയങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ആയുധമാണ്. പ്രാർത്ഥിക്കാത്തവരോടാണ് അള്ളാഹുവിന് ദേഷ്യം. പലപ്പോഴും ആളുകളെ ജനങ്ങളോട് ഇങ്ങനെ പരാതി പറയും, അതില്ല ഇതില്ല, അങ്ങനെ പ്രയാസമാണ് ഇങ്ങനെ പ്രയാസമാണ്. നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചു നോക്കുക, നീ ജനങ്ങളോട് പറയുന്നതിന് പകരം റബ്ബിനോട് നീ പറഞ്ഞിട്ടുണ്ടോ? റബ്ബിനോട് നിരന്തരമായി തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നാലാമത്തെ വിഷയം അള്ളാഹുവിലേക്കുള്ള ദഅവത്താണ്. അദ്ദഅവതു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുക. അത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. ലോകം മുഴുവനും പ്രബോധനം നടത്തുന്നു, വീട്ടുകാരോട് ദീൻ പറയാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഉപ്പ ആസർ വിഗ്രഹത്തെ നിർമ്മിക്കുകയും അത് വിൽക്കുകയും ആ കാശിന് ജീവിക്കുകയും ചെയ്ത ആളായിരുന്നു. വിഗ്രഹാരാധകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഉപ്പ. ആ ഉപ്പയോട് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. വളരെ യുക്തിഭദ്രമായ ചോദ്യമാണ്. എൻ്റെ പൊന്നുപ്പ, കേൾക്കാത്ത കാണാത്ത നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഇവയെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്. ഉപ്പ, നിങ്ങൾക്ക് വരാത്ത അറിവ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയ. നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാം. യാ അബത്തി ലാ തഅബുദി ശൈത്താൻ. എൻ്റെ പൊന്നുപ്പ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. തീർച്ചയായും ശൈത്താൻ പരമകാരുണ്യകനായ റബ്ബിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നവനാണ്. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. പരമകാരുണ്യകന്റെ ശിക്ഷ നിങ്ങളെ ബാധിക്കുന്നത് എൻ്റെ ഉപ്പ ഞാൻ ഭയപ്പെടുകയാണ്. ഫതകൂന ലിശ്ശൈത്താനി വലിയ. താങ്കളുടെ വലിയായി ശൈത്താൻ മാറുന്നതും അല്ലെങ്കിൽ ശൈത്താന്റെ വലിയായി നിങ്ങൾ മാറുന്നതും ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടിയുള്ള പ്രബോധനം. യാ അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നാണ് അർത്ഥം. യാ അബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുപ്പ എന്നാണ്. പ്രബോധന രംഗത്ത് നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാന്യമായ സംസാരം. ഞാൻ അത്യുന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് വേണ്ടി ദഅവത്തിന് വേണ്ടി മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും കടന്നു പോകുമ്പോ അല്ലാഹ് അവരോട് പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. നിങ്ങൾ അവനോട് സൗമ്യമായി സംസാരിക്കണമെന്നാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പറ്റം ജൂതന്മാർ അവരെ നോക്കി പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി പറഞ്ഞു, അസ്സലാമു അലൈക്, താങ്കൾക്ക് നാശമുണ്ടാകട്ടെ, താങ്കൾക്ക് മരണമുണ്ടാകട്ടെ എന്ന്. കേൾക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാ തോന്നുന്നത്. പക്ഷേ അവർ പറഞ്ഞത്
അസ്സാമു അലൈക്കും എന്നാണ്. ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, വഅലൈക്കുമുസ്സാമു വൽഅന, നിങ്ങൾക്ക് നാശവും ശാപവും ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ മഹ്ലൻ യാ ആയിഷ ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സൗമ്യനാണ്, സൗമ്യത ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ നബിയോട് പറഞ്ഞു, നബി അപ്പോൾ അവർ നിങ്ങളെപ്പറ്റി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? നബി പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ തിരിച്ച് വ അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ, അവർ നമുക്കെതിരെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് അത് സ്വീകരിക്കൂല, എന്നാൽ നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് അത് സ്വീകരിക്കും. ഇതാണ് പ്രബോധന രംഗത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യം. ഗൗരവമായി പറയേണ്ട സാഹചര്യങ്ങളുണ്ട്, അവിടെ നമ്മൾ ഗൗരവമായി പറയണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങളും അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതുമെല്ലാം എന്റെ ശത്രുക്കളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നത് വരെ നമുക്കിടയിൽ ശത്രുതയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഏത് ശത്രുതയാണ്? ആദർശപരമായ ശത്രുത. എന്നാൽ പിതാവ് എന്ന നിലയ്ക്ക് ആസറിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം മാന്യമായി പെരുമാറി, കൃത്യമായ രൂപത്തിൽ സമൂഹത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കടഞ്ഞെന്നിട്ട് പറഞ്ഞു, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. നമ്രൂദ് തന്റെ ജയിലിൽ നിന്ന് രണ്ടാൾക്കാരെ വിളിച്ചു, ഒരാളെ കൊന്നു കളഞ്ഞു, ഒരാളോട് പറഞ്ഞു നീ പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അന ഉഹീ വ ഉമീത്, കണ്ടില്ലേ ഞാനിതാ ഒരാളെ ജീവിക്കാൻ അനുവദിച്ചു, ഒരാളെ ഞാനിതാ മരിപ്പിച്ചിരിക്കുന്നു. നമ്രൂദിന്റെ ആ വാക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാം പരിഗണിച്ചില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത ചോദ്യം, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവനാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നിനക്ക് സാധിക്കുമെങ്കിൽ അതിനെ നീ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്ക്. അല്ലാഹു പറയാണ്, ഫബുഹിതല്ലദീ കഫറ, ആ നിഷേധിക്ക് ഉച്ചരം മുട്ടിപ്പോയി, നാവിറങ്ങിപ്പോയി, പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. ലോകത്ത് അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാണ്ട് ആർക്കെങ്കിലും ഒരു ദിവസമെങ്കിലും സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിക്കാൻ കഴിയോ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ച പ്രകൃതിക്ക് മാറ്റം വരുത്താൻ ആർക്കാണ് കഴിയുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തും അവനെ മാത്രം ആരാധിക്കുന്നതിന്റെ പ്രാധാന്യവും കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ആളുകൾ ശ്രമിക്കും. ഇസ്ലാം എന്ന മതത്തെ വികലമാക്കി ചിത്രീകരിക്കുവാൻ ഏത് കാലഘട്ടത്തിലും ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. ലോകത്ത് ഇസ്ലാം എന്നത് പേടിയോടുകൂടി കാണേണ്ട ഒരു ദീനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പല നിലക്കുമുണ്ട്. ഇസ്ലാമിൻ്റെ അകത്ത് കയറി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാമിനെ വികൃതമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കും. ഈ ദീനിന്റെ കൂടെ നമ്മൾ നിന്നാൽ നമുക്ക് രക്ഷപ്പെടാം, അത്രയേ ഉള്ളൂ. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, ഇവിടെ വായ കൊണ്ട് അള്ളാഹിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ വെറുത്താലും അല്ലാഹു തആല തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, തന്റെ റസൂലിനെ സന്മാർഗം കൊണ്ടും സത്യമതം കൊണ്ടും അവതരിപ്പിച്ച നിയോഗിച്ചവനാണ് അല്ലാഹു തആല. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ, സകല മതങ്ങൾക്കും മീതെ അതിജയിക്കുന്നൊരു ആദർശമായി അള്ളാഹു ഇതിനെ മാറ്റുമെന്നാണ്. നിഷേധികളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് വെറുപ്പാണെങ്കിൽ പോലും കണ്ടോ, ലോകത്ത് ഇസ്ലാമിലെ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലുമെല്ലാം ഇസ്ലാമിലെ ഓരോ വിഷയങ്ങളും, ത്വലാഖിന്റെ വിഷയം, വഖഫിന്റെ വിഷയം, ഹലാൽ ഫുഡിന്റെ വിഷയം, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രധാരണത്തിന്റെ വിഷയം, ഇങ്ങനെ ഓരോന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഈ ദീൻ പഠിക്കാൻ അത് ഹേതുവായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ മറ്റൊരു പാഠം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ മാന്യമായി പെരുമാറണമെന്നാണ്. മുശ്രിക്കായ ഉപ്പയെപ്പോലും ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുന്നത് യാ അബത്തി എന്നാണ്, പൊന്നുപ്പ എന്നാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ സലാമുൻ അലൈക് എന്ന് പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതല്ല, മറിച്ച് സലാമുൻ അലൈക്കുമതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഇനി ഒരു പ്രയാസം ഉണ്ടാവൂല. വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമാധാനം ഞാൻ കെടുത്തുകയില്ല എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതിൻ്റെ അർത്ഥമെന്നതാണ്. അതേ രൂപത്തിൽ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമും അല്ലേ മകനെ അറക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ മകൻ പറയുന്ന വാക്കെന്താ? യാ അബത്തി, എന്റെ പൊന്നുപ്പ എന്നാണ്. നമ്മുടെ മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറിയാൽ നമ്മുടെ മക്കൾ നമ്മളോടും മാന്യമായിട്ട് പെരുമാറും. മറ്റൊരു വിഷയം പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്ക് ഒരു നിലക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോൾ മറ്റൊരു നിലക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഉപ്പയും നാട്ടുകാരും എല്ലാം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് മക്കളിലൂടെ ഇണകളിലൂടെ ഒക്കെ കൺകുളിർമ നൽകുകയാണ്. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന സ്ഥാനം ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതായത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് ബാക്കി എല്ലാ പ്രവാചകന്മാരും കടന്നു വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്നാണ് കടന്നു വരുന്നത്. അള്ളാഹു തആല അദ്ദേഹത്തിന് സൽകീർത്തി നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹ് പറഞ്ഞല്ലോ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ആ മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ അവരൊരാളോ നിന്റെ അടുക്കൽ വാർദ്ധക്യ അവസ്ഥയിലെത്തിയാൽ അവരോട് നീ ഛേ എന്ന വാക്ക് പോലും ഉച്ചരിക്കരുത്, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്, അവരോട് മാന്യമായ രൂപത്തിൽ സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. മാത്രവുമല്ല വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, റബ്ബേ അവർ രണ്ടുപേരോടും നീ കാരുണ്യം കാണിക്കണമേ, അവർ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ എന്ന്. പലപ്പോഴും പല വിമർശകരും ചോദിക്കാറുണ്ട്, ഖുർആനിൽ എന്തെങ്കിലും മാനവികമായ വാചകങ്ങളുണ്ടോ? ഇസ്ലാമിൽ എന്തെങ്കിലും നന്മയുണ്ടോ? ഇസ്ലാമിൽ നന്മ മാത്രമേ ഉള്ളൂ, വിശുദ്ധ ഖുർആനിൽ നന്മ മാത്രമേ ഉള്ളൂ, ഹദീസുകളിൽ നന്മ മാത്രമേ ഉള്ളൂ. എത്ര വലിയ ഉപദേശങ്ങളാണ്! മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണം, കയർത്ത് സംസാരിക്കരുത്, ചേർന്ന വാക്ക് പോലും പറയരുത്, എളിമയുടെ ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആറാമത്തെ വിഷയം, കുടുംബത്തെ ഇസ്ലാമികമായി നമ്മൾ വാർത്തെടുക്കണം. അതിനൊന്ന്, ഇണകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ട്, നന്മകളിൽ നമ്മൾ അവരെ പങ്കാളികളാക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തുമ്പോൾ വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു, കൂടാരുണ്ടായിരുന്നു? മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. കഅബയുടെ ഓരോ കല്ലുകളും ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. ഇതുപോലെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ, ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ കൂട്ടാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും, ഷോപ്പിങ്ങിന് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും, ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും, ടൂറ് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും. പക്ഷേ ദീനി ക്ലാസ്സുകൾക്കും ഒക്കെ വരുമ്പോൾ മക്കളുണ്ടാവില്ല. സ്വന്തം മക്കളെ കൈ പിടിച്ചിട്ട് പള്ളിക്ക് പോലും വരാൻ കഴിയുന്നില്ലെങ്കിൽ ആ മക്കളെ കൈ പിടിച്ചിട്ട് സ്വർഗത്ത് പോകാൻ കഴിയുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ദീനിന്റെ രംഗത്തെ മക്കളെ നമ്മൾ സജീവരാക്കുക, അവർക്ക് നമ്മൾ ഉപദേശം നൽകുക. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി അള്ളാഹ് പറഞ്ഞല്ലോ, ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയ. തൻ്റെ കുടുംബത്തോട് നമസ്കാരവും
സകാത്തും കൽപ്പിക്കുന്ന ആളായിരുന്നു എന്നാണ്. കൃത്യമായും മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മക്കൾ ഏത് ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളത് ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അന്ത്യനാളിന്റെ അടയാളമായിട്ട് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുന്ന കഅസ്നിമത്തിൽ ബുഹ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ. ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചവരാണ്, എന്നാൽ വിവസ്ത്രരാണ്. എൻ്റെ അർത്ഥം എന്താ? കൃത്യമായ രൂപത്തിൽ മറയാത്തതോ അല്ലെങ്കിൽ ടൈറ്റുള്ളതോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ തെളിഞ്ഞു കാണുന്നതോ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നവരെ പറ്റിയാണ്. അവർ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നവരാണ്. അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അതിൻ്റെ പരിമണം പോലും അവർ വാസനിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവമായൊരവസ്ഥയിലേക്ക് നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ സഹോദരിമാർ ഒക്കെയും പോകുന്നുണ്ടോ എന്ന് ഗൃഹനാഥന്മാർ കൃത്യമായി ശ്രദ്ധിക്കുകയും അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് ഉപദേശം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. മക്കളുടെ വിഷയത്തിൽ നമ്മൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന വിഷയം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും അവസാനം ഹജ്ജിൻ്റെയും മറ്റും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഏറ്റവും വലിയ ഐക്യമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന് സമൂഹത്തിനോട് പറഞ്ഞത് ഇന്ന അബാക്കും വാഹിദ് ഇന്ന റബ്ബക്കും വാഹിദ് എന്നാണ്. നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ഏക പിതാവാണ് എന്നാണ്. ഇതേ വിഷയം തന്നെ അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസം ഖുതുബ നിർവഹിച്ചപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അറിയുക നിങ്ങളുടെ റബ്ബ് ഏക റബ്ബാകുന്നു. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഏക പിതാവാകുന്നു. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി, അലാ അറിയുക, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബി, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാ അഹ്മർ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മർ, വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. എല്ലാ രൂപത്തിലുള്ള വംശീയതയുടെയും വർണ്ണവെറിയുടെയും അടിവേരർത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാകുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയർ ഏറ്റവും തഖ്വയുള്ളവരാകുന്നു. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമുക്ക് ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനും നൽകിയ ഈ സന്ദർഭം അനുവദനീയമായ രൂപത്തിൽ ആഘോഷിക്കുവാനും സന്തോഷം പ്രകടിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകണം. കുടുംബബന്ധങ്ങൾ ചേർക്കുവാൻ നമ്മൾ തയ്യാറാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അയ്യാമുത്ത് തശ്രീഖിനെ പറ്റി പറഞ്ഞത് തിന്നാനും കുടിക്കാനും അള്ളാനെ ഓർക്കാനും ഒക്കെയുള്ള ദിവസങ്ങളാണ് എന്നാണ്. നമ്മുടെ ഉളുഹിയത്തിന്റെ മാംസം നമ്മുടെ കുടുംബങ്ങൾക്ക് എത്തിക്കുന്നതിലൂടെ സ്നേഹം പുതുക്കുവാനും കൂടുതൽ ആളുകളുമായി നല്ല ബന്ധം ചേർക്കുവാനും ഒക്കെ നമുക്ക് കഴിയാം. അതായത് പാവങ്ങളായ ആളുകൾക്ക് നമ്മൾ സ്വതക്കയായി നൽകുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് ഹദിയയായി നൽകുന്നു. ഇതിലൂടെയൊക്കെ മുസ്ലിം സമൂഹത്തിൽ ഉള്ള ഐക്യമാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ആവശ്യക്കാരായ അമുസ്ലിങ്ങൾക്ക് പോലും ഉദ്ഹിയത്തിന്റെ മാംസം നൽകാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്താണ് അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ ഈ അറിവിലൂടെ ജനങ്ങളുമായുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക്
ദീനിക്ക് വേണ്ടി നമ്മൾ അറുക്കുകയും അതിൻ്റെ മാംസം അല്ല പറഞ്ഞതുപോലെ വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹം ഇതിലൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങൾ പാലിച്ച് സന്തോഷാവസരത്തിലും സന്താപാവസരത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഒരു സുന്നത്താണ് ഈദിൻ്റെ ദിവസം സമ്പത്ത് ശേഖരിക്കുക എന്നത്, പിരിവെടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ആ ഈദിൻ്റെ ദിവസം പ്രത്യേകം ആളുകൾക്കിടയിൽ പിരിക്കാൻ വേണ്ടി നടക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി പിരിക്കുക എന്നത് അതും നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കണം. അല്ലാഹ് പറഞ്ഞതുപോലെ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, സന്തോഷാവസരത്തിലും സന്താപാവസരത്തിലും സ്വതക്ക നൽകുന്ന ചെലവഴിക്കുന്നവരാണ് വിശ്വാസികൾ എന്നാണ്. അതുകൊണ്ട് അതിനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും രോഗികളാണ്. അല്ലാഹു തആല അവർക്ക് സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, മറ്റു സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടും വൈവാഹിക രംഗത്തുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന പല നിലക്കുമുള്ള സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ كما ربيانا صغارا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.